ഇവിടെ വന്ന് നോക്കുമ്പില്ലേ എനിക്ക് കിച്ചണിൽ കയറാൻ നല്ല മടിയായിട്ടുണ്ട്. ഇത്താത്ത ഫുഡ് ഉണ്ടാക്കി തരും, അത് കഴിക്കും, പുറത്ത് പോയാൽ പുറത്തുനിന്ന് കഴിക്കും. ഞാനായിട്ടൊന്നും ഉണ്ടാക്കലില്ല. അപ്പോൾ ഇന്നും എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിൽ കയറിയിട്ട് ഒരു പിസ്സ അങ്ങ് ഉണ്ടാക്കി. ചെറിയ 2 പിസ്സ ഉണ്ടാക്കേണ്ട മടിക്ക് ഒരു വലിയ പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പിസ്സ ആയിട്ട് കിട്ടി. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ നമ്മൾ യാത്ര വേറെ എവിടെയല്ല, അബുദാബിയിലേക്കാണ്. അബുദാബിയിൽ ഷെയ്ഖ് സായിദ് മോസ്ക്, അവിടെ ഞങ്ങൾ ഇതുവരെ പോയിട്ടുണ്ടായിട്ടില്ല. അവിടെ വന്നിട്ട് അതിന് മുന്നേ പോയിട്ടില്ല. അപ്പോൾ എന്തൊക്കെയോ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ സമയം പോയെന്ന് മനസ്സിലായില്ല. ജേണി നമ്മളിപ്പോൾ അബുദാബി എത്തിയിട്ടുണ്ട്. അബുദാബിയിൽ ഷെയ്ഖ് സായിദ് മോസ്ക് എത്തുമ്പോൾ നമ്മളൊരു ഉച്ചരല്ല, ഒരു വൈകുന്നേരം ആയിട്ടില്ല, ഉച്ച കഴിഞ്ഞ് ആ ഒരു ടൈം എത്തിയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ നല്ല ചൂടുണ്ട്. ആ ടൈം അത്യാവശ്യം നല്ല ചൂട് പുറത്തുണ്ടായിരുന്നു. പുറത്തുനിന്ന് അങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റുന്നില്ല, ചൂടുണ്ട്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. അകത്തുനിന്ന് നമ്മൾ ചെക്കിനൊക്കെ ഒരു അത്യാവശ്യം എയർപോർട്ടിലൊക്കെ പോയൊരു ഫീൽ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ മേലയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഡ്രസ്സിങ്ങിൽ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ ഹെഡ് കവർ ചെയ്യണം, പിന്നെ നമ്മളിങ്ങനെ ബോഡി പാർട്സും കാണിച്ചിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ഇടാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഇട്ട് വന്നവർക്ക് പുറത്ത് നമ്മൾ അബായ പോലെയൊക്കെ സംഭവങ്ങൾ റെൻറ്റിന് കിട്ടുകയും ചെയ്യും. പിന്നെ വാങ്ങിക്കാനുള്ള ഷോപ്പും ഉണ്ട്, അവിടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ 2 ബ്രദേഴ്സ് ഇവിടെ അബുദാബിയിലാണ്. UAE വന്നിട്ട് അവരെ കണ്ടിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവർ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ എല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു ഇവിടെ ചുറ്റിക്കണ്ടത്. നമ്മൾ ഡേ ടൈം വന്നുകൊണ്ട് നൈറ്റ് വ്യൂവും കൂടി കാണാമെന്നുള്ള രീതിയിൽ കുറച്ചധികം ടൈം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ പോകാൻ നല്ല രസമുണ്ട്, നല്ലൊരു റൈഡായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ തിരിച്ച് ഷാർജയിലേക്ക് പോക്കാണ്. ഇവരെ റൂമിലേക്ക് പോകാൻ പറ്റിയില്ല, കാരണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, നമുക്ക് തിരിച്ചും പോകേണ്ടതല്ലേ. അങ്ങനെ അവിടെ നിന്ന് അവരുടെ റൂമിലേക്ക് പോയി. നമ്മളിത് ഷാർജയിലേക്ക് പോകുന്ന വൈക്കുന്ന വിശന്നപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. കയറിയപ്പോൾ തന്നെ നല്ലൊരു വെൽക്കം ഡ്രിങ്ക് കിട്ടി, അതും കുടിച്ച് പിന്നെ ഒരു തലവേദന ഉണ്ടായിരുന്നു, ചെറിയൊരു കോഫി കുടിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച് പോയി.